ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്കിന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്കൊരു പോസിറ്റീവ് എനർജി നൽകുമെന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളെ മുന്നോട്ട് പോകാൻ നിരുത്സാഹപ്പെടുത്താൻ പലരും ശ്രമിച്ചേക്കാം. എന്നാൽ അവരുടെ നീക്കങ്ങളെല്ലാം പാളിപ്പോകും എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കാതെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ ഒന്നിനും സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ മുന്നേറി ഇരുട്ടിൽ നിന്നും ഒരു പ്രകാശത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രകാശത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. ഒരു പുതിയ തുടക്കമാണ്. വളരെ കോൺഫിഡൻസോടു കൂടി മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം നിങ്ങൾ തുടങ്ങുമ്പോൾ എന്തൊക്കെ കടമ്പകളാണ് നിങ്ങൾ കടക്കേണ്ടത്, ആരൊക്കെ നിങ്ങളെ എതിർക്കും, ഇതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടാവും. അങ്ങനെ അറിഞ്ഞിട്ടും നിങ്ങൾ മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഏതൊരു തടസ്സത്തെയും നിങ്ങൾ ഫേസ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അതായത് വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനത്തെ ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ വിജയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കോംപ്രമൈസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. നമ്മളോടും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. നമ്മുടെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാരോടും ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ സമയവും ഒരുപോലെ ആകണമെന്നില്ല. ചില സമയങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. അപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ഒരിക്കലും ആരും തോറ്റു പോകുന്നില്ല. അത്തരത്തിൽ നിങ്ങൾ വിചാരിക്കരുത്, തോറ്റു പോകുമെന്ന് വിചാരിക്കരുത്. ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ആരും തന്നെ തോറ്റു പോകുന്നില്ല. അപ്പോൾ ഈ സമയം ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ബേർഡൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഭാരം ചുമന്ന് വന്ന് തളർന്നിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഉണ്ട്. കാരണം ഒരുപാട് ഭാരം നിങ്ങളുടെ ചുമലിലായിരിക്കാം. കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും ഏറ്റെടുക്കുന്ന കുറേയധികം ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട്. ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നിങ്ങളുടെ തലയിലായിരിക്കും. അപ്പോൾ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ചെയ്യുന്നതിനനുസരിച്ച് ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടാലും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടാലും അവസാനം കറിവേപ്പില പോലെ വലിച്ചെറിയും എന്ന് പറയാറില്ലേ? അതുപോലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ആൾക്കാർ, അതായത് നമ്മുടെ ജീവിതവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സന്തോഷവും ഒക്കെ മാറ്റിവെച്ച്
മറ്റുള്ളവരുടെ സന്തോഷത്തിനും മറ്റുള്ളവരെ സെക്യൂർഡ് ആക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരൊരു തീരുമാനമെടുക്കുന്നതായിട്ടാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും എൻഡ് ആവുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതായിരിക്കാം. അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ ചെയ്തിട്ടും വേണ്ടത്ര മൂല്യം മറ്റാരും നിങ്ങൾക്ക് തരാതിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു നടുവൊടിഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എത്ര ജോലി ചെയ്താലും നമ്മളുടെ കൂടെയുള്ളവർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്കത് അത്ര ഭാരമായിട്ടൊന്നും തോന്നുകയില്ല. അതായത് പിന്നെ നമുക്ക് തോന്നുന്നത് ശരിക്കും സന്തോഷമായിരിക്കും. പക്ഷേ ഇതിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും മറ്റുള്ളവർ കാണാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിനകത്തുള്ളത്. നിങ്ങളുടെ മാനസികാവസ്ഥയോ നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങളോ ഒന്നും തന്നെ മറ്റുള്ളവർക്കൊരു കാര്യമേ അല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ അതിനൊരു വഴിത്തിരിവ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അതിൽ നിന്നുമൊക്കെ പുറത്ത് കടക്കണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു കാഴ്ചപ്പാടോടെ നിങ്ങൾ ജീവിതത്തെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ 10 ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളെ ട്രാപ്പിലാക്കിയിരുന്ന ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളെ വളരെ വിഷമിപ്പിച്ചിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്ന ഒരു എനർജിയാണ്. തീർച്ചയായും പുതിയൊരു സന്തോഷത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ പ്ലേഫുൾനെസ് ആണ്. അപ്പോൾ ശരിക്കും നിങ്ങളൊന്ന് മനഃപൂർവ്വം ഒരു ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു തീരുമാനം എടുത്തതിൻ്റെ ഒരു ഫലമായിട്ട് പ്രപഞ്ചശക്തിയും അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും പ്രപഞ്ചശക്തി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സപ്രഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അടക്കി വെച്ചിട്ടുള്ള കുറച്ച് വികാരങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവാം. മറ്റുള്ളവർ നിങ്ങളെ മാനസികമായി ഉപദ്രവിച്ച് പ്രതികരിക്കാൻ പറ്റാതെ ഇരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ അടുത്ത സമയങ്ങളിലോ അടുത്ത ദിവസങ്ങളിലോ ശരിക്കും നിങ്ങൾ പാസ്റ്റിലോട്ട് പോയിട്ടുണ്ടായിരിക്കാം. പാസ്റ്റിൽ അനുഭവിച്ച വേദനകൾ, ഒറ്റപ്പെടലുകൾ, അല്ലെങ്കിൽ മാറ്റി നിർത്തലുകൾ, അങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ അത് ഹീൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുറേ സങ്കടങ്ങളും ഭയം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ അടക്കി പിടിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കും നമ്മൾ എല്ലാം ഓക്കെയാണ്, ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ വിചാരിക്കും. ചില സമയം തിരമാല പോലെ അത് തിരിച്ചു വരും. ചിലപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാവാം. അപ്പോൾ അത്തരത്തിൽ പല വിഷമങ്ങളും നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇന്നർ വോയിസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ശക്തി നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിട്ട് തോന്നുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലിരുന്ന് ആരോ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന പോലെ, അതായത് നിങ്ങൾക്കൊരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തികളെ വിശ്വസിക്കണോ വേണ്ടയോ എന്നൊക്കെ ഒരു പക്ഷേ പറഞ്ഞു തരുന്നതായിരിക്കാം. അപ്പോൾ ഒരു പക്ഷേ പാസ്റ്റിൽ നിങ്ങളിങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി നിങ്ങളെ പല കാര്യത്തിലും ഗൈഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ശരിക്കും സ്പിരിച്വലി വളരെ കണക്റ്റായി നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുള്ളതാണ്. പിന്നെ ഇവിടെ വി ആർ ദ വേൾഡ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വളരെ സന്തോഷമാണ് കാണുന്നത്. നിങ്ങൾ ചെയ്ത എന്തോ കാര്യത്തിന് വളരെ പ്രൗഡ് തോന്നുന്ന ഒരു സമയമാണ്. ശരിക്കും ഈ ഒരു സമയം സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമൊക്കെ ആയിട്ട് ഒരുമിച്ചിരിക്കാനും
ഒരുമിച്ച് സന്തോഷങ്ങൾ പങ്കിടാനുമൊക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പിന്നെ ഹൈ പ്രീസ്റ്റസ് ആണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻസ്, നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി കുറേയധികം കാര്യങ്ങൾ ഇൻഡ്യൂഷൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ശരിക്കും നിങ്ങളുടെ സോളിൻ്റെ ഒരു ട്രൂ ഡിസയർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇൻഡ്യൂഷൻ വർക്ക് ചെയ്ത് തുടങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇൻഡ്യൂഷനിൽ വിശ്വസിക്കുക. അത് ശരിക്കും തോന്നലുകളാക്കി മാറ്റി കളയാതിരിക്കുക. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ സൈക്കിക്കായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ശരിക്കും സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർ, അവർക്ക് ഇൻഡ്യൂഷൻസ് വരാം. അത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ചെയ്യരുതാത്ത കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ്. അത് നിങ്ങൾ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ച് അതിനെ വിട്ടുകളയാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മോശം കാര്യമാണ് നിങ്ങൾക്ക് ഇൻഡ്യൂഷനായിട്ട് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വിചാരിച്ച് അതിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രമിക്കുക. അത് ഇങ്ങനെ പോയാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ദൈവമായിട്ട് കാണിച്ചു തന്നതാണ് എന്ന് മനസ്സിലാക്കി ആ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ വീണ്ടും ചിന്തിക്കാതിരിക്കുക. ആ ഭാഗത്തേക്ക് നിങ്ങൾ പോകാതിരിക്കുക. പിന്നെ ഈ ഒരു സമയം കുറച്ച് ക്ഷമ വേണ്ടൊരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ക്ഷമയോടെ വളരെ കാമായിട്ട് മനസ്സിനെ വയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. കുറേയധികം ചോയ്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻസേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടിയതെന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ശരി ഏത് തെറ്റേത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. ചില ആൾക്കാർ ഇമോഷണലി ഡൗൺ ആയി ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ചില വാർത്തകൾ കേട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ചില കാര്യങ്ങളിൽ അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഇതിൽ എല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ്. ബുദ്ധിമുട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഇവിടെ സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ്. ശരിക്കും ഏതൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോഴും ഒന്ന് ആലോചിച്ചിട്ട് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഇതിനു മുൻപ് ഇങ്ങനെയൊരു കാര്യം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ചതിന് ഒരു പടി മേലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു സമയം വന്നെത്തുന്നു എന്നുള്ളതാണ്. പിന്നെ ഏസ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ശരിക്കും നിങ്ങളോട് ഒന്ന് എണീക്കാനാണ് പറയുന്നത്. നിങ്ങൾക്കൊരു വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലുണ്ട്. ശരിക്കും നിങ്ങൾക്കൊരു കാര്യം ഭാഗ്യം കൊണ്ട് തരുന്നു എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളിവിടെ വിഷമിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം മിസ്സ് ചെയ്യുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ആ മിസ്സിംഗ് ആയിട്ടുള്ള പോയിൻ്റ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ്. നിങ്ങൾ എന്താണോ ഇല്ലയെന്ന് വിചാരിക്കുന്നത് ആ ഒരു കാര്യം ഈ സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. വളരെ ബോൾഡായിട്ടിരിക്കാനാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വിഷമിക്കാതെ ഇരിക്കുക, ബോൾഡായിട്ടിരിക്കുക, ധൈര്യപൂർവ്വം ഇരിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. തീർച്ചയായും നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക. നെഗറ്റീവ് ആകാതെ ശുഭപ്രതീക്ഷയോടെ ഇരിക്കാൻ പറയുന്നുണ്ട്. തീർച്ചയായും ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലേസിയായിട്ട് ഇരിക്കാതിരിക്കുക. ഈ സമയം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണോ അത് ചെയ്യാനാണ് നിങ്ങളോട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക.
വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.